അല്ല, ഞാൻ ഇപ്പം ശ്രീ പിന്റു പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി ഞാൻ പറയട്ടെ. ഇപ്പോൾ നേരത്തെ ശ്രീ സതീഷ് പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റുകാരായാലും CPI-ക്കാരായാലും ആരായാലും അവരെല്ലാം ഹിന്ദുക്കളാണ്. അങ്ങനെ ഒരു ഹിന്ദുവായ ഒരു മുഖ്യമന്ത്രിയാണ് ഒരു ഗുരുവായൂർ ക്ഷേത്രം പോലെ ഇത്രയും ഒരു പുണ്യപുരാതനമായ ക്ഷേത്രത്തിന് മുമ്പ് എന്ന് പറഞ്ഞത്. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണ ഇരിക്കണമെന്ന്? എൻ്റെ കൃഷ്ണനല്ല, എൻ്റെ കൃഷ്ണനല്ല പറഞ്ഞത്, ഞങ്ങളുടെ കൃഷ്ണനല്ല പറഞ്ഞത്, നിങ്ങളുടെ കൃഷ്ണൻ. അപ്പം ഈ പറഞ്ഞ പിണറായി വിജയനെ വെളുപ്പിക്കാനാണ് ശ്രീ സതീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ വാസവനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരാരും ഇവരിപ്പോൾ ചിലപ്പോൾ സതീഷ് എന്ന് പറഞ്ഞ വ്യക്തി ചിലപ്പം ഈശ്വര വിശ്വാസിയായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈശ്വര വിശ്വാസികളാണ്. അവരെല്ലാം ക്ഷേത്രങ്ങളെ നന്നാക്കാൻ വന്നവരാണ്, ഈശ്വരന്മാർ ചൈതന്യം കൂട്ടാൻ വന്നവരാണെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലുള്ളവരെല്ലാം ഈ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയ്ക്ക് ഉറപ്പുള്ളതാണെങ്കിൽ, എന്തിനെങ്കിലും ഉറപ്പുള്ളതാണ് പിണറായി വിജയനും ആൾക്കാരും എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം പോലുള്ള സ്ഥലത്ത് ക്ഷേത്രങ്ങളുടെ എത്രയോ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലേക്കും പോകാൻ വഴികൾ പോലുമില്ല, ക്ഷേത്രഭൂമികളാണ്. ആ ക്ഷേത്രഭൂമികൾ തിരിച്ചു പിടിച്ച് ആ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്ത് ആ ക്ഷേത്രങ്ങൾ ഭക്തർക്കായി തുറന്നു കൊടുക്കൂ, അതിനുള്ള തൻ്റെ ഇടം കാണിക്കൂ. അപ്പം ഞങ്ങൾ അംഗീകരിക്കാം ഇവർ ഈശ്വര വിശ്വാസികളാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇവർ ക്ഷേത്രത്തെ രക്ഷിക്കാമെന്നവരാണെന്ന് പറയാം. അല്ലാതെ ഇത്തരം ഉടായ്പകളുമായിട്ട് ഇറങ്ങരുത്. ഇത് ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും, ഇനിയിപ്പം ശ്രീ സതീഷ് എന്തൊക്കെ സോപ്പിട്ട് വെളുപ്പിച്ചാലും വാസവന്റെ പ്രസ്താവന വെളുക്കാൻ പോകുന്നില്ല. അത് കറുത്ത് തന്നെ ഇരിക്കും, അത് കറുപ്പിക്കുക തന്നെ ചെയ്യും. ഹിന്ദുക്കൾ അത് അംഗീകരിക്കാനും പോകുന്നില്ല.